സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തു, 6ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും കാര്യങ്ങൾ അത്ര മെച്ചപ്പെട്ട രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷം ഓരോ നിമിഷവും ഇറാന്റെ ആക്രമണത്തിന്റെ മൂർച്ച കൂടുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്നു, അവിടെ പല സ്ഥലങ്ങളിലും നാശനഷ്ടമുണ്ടാക്കുന്നു, ടെൽ അവീവിലടക്കം ആളുകൾ കൊല്ലപ്പെടുന്നു. ഒപ്പം അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ തൽക്കാലം ഇറാനില്ല എങ്കിൽ പോലും അവരുടെ സഖ്യകക്ഷികളായ അല്ലെങ്കിൽ അവരുടെ എയർബേസുകൾ ആക്രമിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഇന്ത്യ അടക്കം ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി സംസാരിക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ സംഘർഷഭരിതമായ പശ്ചിമേഷ്യ, സംഘർഷഭരിതമായ ഗൾഫ് മേഖല ഒക്കെ വല്ലാത്തരത്തിൽ ലോകക്രമത്തിന്റെ സമാധാനത്തെ ബാധിക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് പാകിസ്ഥാനിലെ